ഹലോ. ആ, നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കേസിൽ പെട്ടുപോയി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. പ്ലാനിലൊന്നും മാറ്റമില്ല. കൃത്യം 4 മണിക്ക് ആംബുലൻസ് മാൻ അവിടെ എത്തും. ഉണ്ടെന്നേ, സത്യരായന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എന്റെ കയ്യിലുണ്ട്. എനിക്കത് കാണണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. അത് സംശയത്തിനിടയാക്കും. നിങ്ങൾ രാധ എങ്ങോട്ട് അയക്കും? ഞാൻ കൊടുത്തുവിടാം. അതെ, പെട്ടെന്ന് അയക്കണം. ശരി. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവൻ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിലേ തരും. ആളെ അയച്ചിട്ട് അവന് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് തന്നെ അവനെ കാണാൻ പോകണം. ഇവിടെ നിന്ന് എങ്ങനെ പോകും? പറയാം. നിങ്ങളുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഒന്നൊരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകണം. വേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉടനെ വക്കീലെ ചെന്ന് കാണണം. എന്തിനാ? വെറുതെ അല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരന് പണം കൊടുക്കണം. അത് വക്കീൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. രാധേ, നമ്മുടെ ബെന്നി ഹോസ്പിറ്റലാണ്. ഒരു ബൈക്ക് ആക്സിഡന്റിൽ. അവനെ നിന്നെ ഒന്ന് കാണണമെന്ന്. ഇപ്പോഴാണോ തോന്നിയത്? ഉണ്ണി പോയ പിന്നെ ഇതേവരെ അവനിങ്ങോട്ട് കടന്നില്ലല്ലോ. എന്താണ് അവിടെ നടന്നെന്നറിയാൻ ഒരു നോക്ക് കണ്ടു ചോദിക്കാൻ ആശിച്ചോളാം ഞാൻ. ഇനി എനിക്ക് അവനെ കാണണ്ട. ചേച്ചി അങ്ങനെ പറയരുത്. വരൂ. കൂട്ടം കൂടി നടന്ന അവൻ കാരണമാണ് എന്റെ ഉണ്ണി പോയത്. ഞാൻ വരില്ല. നിന്റെ വേദന എനിക്കറിയാൻ രാധേ. എന്നാൽ ഇപ്പോൾ മരണം കാത്തു കിടക്കുന്ന ഒരു കുട്ടിയോട് ഇനിയും വിരോധം വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത്ര അധികമാണോ ബെന്നിക്ക്? അതെ ചേച്ചി, ചിലപ്പോ. വരൂ രാധേ. എവിടെയാണവൻ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ജീവിക്കില്ല. ബെന്നി, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചി ഒരു സത്യം അറിയിക്കാനുണ്ട്. അതിനെ കാണണമെന്ന് പറഞ്ഞത്. ചേച്ചിയുടെ അനിയൻ ഉണ്ണിയെ കൊന്നത് ചേച്ചി എന്റെ ഡാഡിയാണ്. എന്താ പറഞ്ഞത്? അത് ചേച്ചി, ഞാൻ മുഴുവൻ പറയാം. ഉണ്ണിയെ എന്നെയും ഒരുമിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലോക്കപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നു. ഒരു പെറ്റി കേസിലെ പ്രതിയായ അവൻ. ഇയാള് ഭാഗ്യവാനാണ്. വിൻസെന്റ് മുതലാളി പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം. ഇപ്പൊ കിട്ടിയ അടിയും തൊഴിയൊന്നും കാര്യമല്ല. പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സഹിക്കില്ല. നഖത്തിനിടയിൽ സൂചി കുത്തും. പിന്നെ മൂത്രക്കുഴലിൽ വരെ ഈർക്കിൽ കയറ്റും. മതി, വെറുതെ അവനെ പേടിപ്പിക്കണ്ട. പേടിക്കണ്ട. ഇതാ, പോലീസിനെ തോൽപ്പിക്കാനാണ് ഞാനിത് കൊണ്ട് കിടക്കുന്നത്. ഇത് വാങ്ങിക്കും. എന്താ ഇത്? മയക്കുമരുന്ന് കിടന്ന ചോക്ലേറ്റ് ആണ്. ഇത് കഴിച്ചാൽ വേദന എന്താണെന്നറിയില്ല. ഒരു ലഹരിയായിരിക്കും. 2-3 മണിക്കൂർ ശരീരം മരവിക്കും. പിന്നെ അവന്മാരുടെ പ്രഹരമൊന്നും അറിയില്ല. കഴിച്ചോളൂ. അവന്മാർ വരുന്നതിന് മുമ്പ് വേഗം. മിസ്റ്റർ വിൻസെന്റ്, ഈ 3 ലക്ഷം രൂപ നിങ്ങളുടെ മകന്റെ വിലയാണെന്ന് കരുതിക്കോളൂ. സത്യം പറഞ്ഞാൽ അവനാണ് ഈ കേസിൽ 1-ാം പ്രതി. അതെനിക്കറിയാം സാർ. അതിരിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഒരാളെ എന്നോട് ലോക്കപ്പിൽ അയക്കാൻ പറഞ്ഞത്? എന്റെ മകൻ ചെയ്ത കുറ്റങ്ങൾ, പോലീസ് ജീപ്പ് കത്തിച്ചതും ഓഫീസറെ കൊന്നതടക്കം അറിയാവുന്ന ഒരേ ഒരാൾ അവന്റെ കൂട്ടുകാരനാണ്. പോലീസ് അവനെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തറിയും. അതിന് ആ നമ്പൂരിക്കുട്ടിയുടെ വായടയ്ക്കാൻ. മിസ്റ്റർ വിൻസെന്റ് സാർ, അവനിപ്പോ ജീവനോടെ ഉണ്ടാവില്ല. എങ്ങനെ അവനെ കൊന്നു? വിഷം കലർന്ന ചോക്ലേറ്റ് കൊടുത്തു. മൈ ഗോഡ്. സാറ് പേടിക്കണ്ട. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ചത്തല്ലേ ഒരു പോസ്റ്റ്മോർട്ടത്തിന് അയച്ചാൽ? ഇല്ല, ചത്തെങ്കിൽ ആ ശവം നശിപ്പിക്കണം.